തിരുവനന്തപുരത്ത് ബിജെപിയുടെ വിഐപി സ്ഥാനാർത്ഥി ആരാകും? കേന്ദ്രമന്ത്രിമാരോ മുതിർന്ന നേതാക്കളോ സസ്പെൻസായി കളത്തിലിറക്കാനാണ് ബിജെപിയുടെ നീക്കം. അടിക്കിടെ തലസ്ഥാനത്തെത്തുന്ന നിർമ്മല സീതാരാമനോ എസ് ജയശങ്കറോ ഈ ദൌത്യം ഏറ്റെടുത്തേക്കുമെന്നാണ് സൂചന. തരൂരിനും ബിജെപിക്കുമെതിരെ ആനി രാജയെ പോലുള്ള ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെ സിപിഐയും പരിഗണിക്കുന്നുണ്ട്. ഇതിനിടെ തരൂരിനെ തോൽപ്പിക്കാൻ ആകില്ലെന്ന ഒ രാജഗോപാലിന്റെ പ്രസ്താവന ബിജെപി കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയ്ക്കും ഇടവെച്ചിട്ടുണ്ട്. പ്രായാധിക്യമാണ് ഇത്തരം പരാമർശത്തിലേക്ക് നയിച്ചതെന്ന വാദമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസ്താവനയിൽ പാർട്ടിയിൽ കടുത്ത അമർഷവുമുണ്ട്. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തീരുമാനിച്ച അവസരത്തിൽ ഞാൻ സംശയിക്കായിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ വളരെ ശരിയാണ്, അവിടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ഏറ്റവും യോഗ്യം തന്നെയാണ്. നല്ല ഇംഗ്ലീഷിൽ ഭംഗിയായിട്ട് സംസാരിക്കും. പിന്നെ എന്തിനാണ് ഇവിടെ ഈ തിരുവനന്തപുരത്ത് വന്ന് നിൽക്കാനുള്ള കാരണം ഞാൻ ചോദിക്കേണ്ടായി. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്നത്. ഇനി അടുത്ത കാലത്തൊന്നും വേറെ ആർക്കെങ്കിലും അവസരം ഉണ്ടാവോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഇതിനിടെ തരൂർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു. ശശി തരൂര് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ ജനപ്രതിനിധിയാണ്. ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആ യാഥാർത്ഥ്യം ബിജെപിയുടെ സമന്വിതരായ നേതാക്കൾക്ക് പോലും മനസ്സിലായി തുടങ്ങിയതിൽ ഞങ്ങൾക്ക് സന്തോഷം. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വി അരുണും ഒപ്പം ടി ജി സജിത്തും ചേരുമാദ്യം വി വി അരുണിലേക്കാണ്. അരുൺ, ദേശീയ നേതാക്കൾ കൊമ്പ് കോർക്കുന്ന ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് അനന്തപുരി സാക്ഷിയാവാനുള്ള സാധ്യത അത് എത്രമാത്രമുണ്ട്? ആ സാധ്യത വളരെ കൂടുതലാണ്. ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം, തിരുവനന്തപുരം എന്നും ഒരു VIP മണ്ഡലമായിരുന്നു. 52-ൽ ആനി മസ്കിനിലൂടെ തുടങ്ങിയ ആ VIP പരിവേഷം പിന്നീട് PS നടരാജപിള്ളയും VK കൃഷ്ണമേനോനും, ഒരുപക്ഷെ തരൂരിനൊക്കെ മുമ്പ് ലോകമറിയുന്ന മലയാളി എന്ന പ്രശസ്തനായ VK കൃഷ്ണമേനോനും പിന്നീട് MN ഗോവിന്ദൻ നായരും A ചാൾസ്, KB സുരേന്ദ്രനാഥ്, K കരുണാകരനും PK വാസുദേവൻ നായരും പന്നിൻ്റെ എഴുതം തുടങ്ങി ശശി തരൂർ എത്തുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് തിരുവനന്തപുരം മാറുകയായിരുന്നു. ഒരു ആഗോള മലയാളി, ആഗോള പൗരൻ എന്ന് വിശേഷണമുള്ള ശശി തരൂർ തുടർച്ചയായി 3 തവണ തിരുവനന്തപുരത്ത് വിജയിക്കുന്നു. BJPയുടെ 2014-ലും 2019 BJPക്ക് വലിയ പ്രതീക്ഷയായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. തിരുവനന്തപുരത്തിലൂടെ അവർ സംസ്ഥാനത്ത് ലോക്സഭാ അംഗത്വം നേടും എന്ന തരത്തിലുള്ള വലിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. രാജഗോപാൽ ഇപ്പോൾ വിജയിക്കുമെന്ന തരത്തിലുള്ള പ്രചരണം വന്നു. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ വിജയിക്കുന്ന തരത്തിലേക്ക് BJPക്ക് വലിയ രീതിയിൽ പ്രതീക്ഷിച്ചു. വലിയ സ്വപ്നങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോഴും ഓരോ വർഷവും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ 1 ലക്ഷത്തിനടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ശശി തരൂർ വിജയിച്ചു കയറിയത്. അവിടെയൊക്കെ BJPയുടെ പ്രതീക്ഷകൾ അക്ഷരാർത്ഥ കഴിഞ്ഞ തവണ കുമ്മനം ജയിക്കുമെന്ന തരത്തിൽ വലിയ പ്രചരണം ഉണ്ടായിരുന്നു. അങ്ങനെ വിശ്വസിച്ചവരും നിശ്വസിച്ചത് നിരവധിയാണ്. പക്ഷേ വലിയ ഭൂരിപക്ഷത്തിൽ 99,000-ൽ പരം 99,989 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശശി തരൂർ വെന്നിക്കൊടി പാറിക്കുകയായിരുന്നു തലസ്ഥാനത്ത്. അത്തരത്തിൽ അതിനുശേഷം പിന്നെ BJPക്ക് ഒരു പ്രതീക്ഷയും വേണ്ട, തരൂരാണ് എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ പ്രതീക്ഷ വേണ്ട തരത്തിലേക്ക് BJPയുടെ പ്രവർത്തകർ ചിന്തിക്കാൻ തുടങ്ങി. ഏറ്റവും ഒടുവിൽ ഇന്നലെ BJPയുടെ സംസ്ഥാനത്തെ സമുന്നത നേതാവ് കഴിഞ്ഞ മുമ്പത്തെ തവണയൊക്കെ തരൂരിനോട് മത്സരിച്ച എതിരിട്ട ഒ രാജഗോപാൽ പോലും തരൂർ ആണെങ്കിൽ മറ്റാർക്കും ഇവിടെ വിജയപ്രതീക്ഷ വേണ്ട, തരൂരിനെ പരാജയപ്പെടുത്തേണ്ടി വരില്ല എന്നത് തുറന്നു പറഞ്ഞു. പിന്നീട് അദ്ദേഹം തിരുത്തി പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ എങ്കിലും അത്തരമൊരു ദൃഢ വിശ്വാസം എല്ലാവരിലേക്കും എത്തുന്നു. തരൂർ ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് മറ്റൊരു പാർട്ടിയുടെയും സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യതയില്ല. അങ്ങനെ പൊതുജനം ചിന്തിക്കുമ്പോൾ, സാധാരണ പ്രവർത്തകർ ചിന്തിക്കുമ്പോൾ
ഒ രാജഗോപാലിനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല BJP നേതൃത്വം ചിന്തിക്കുന്നതെന്ന് വ്യക്തമാണ്. നമുക്കറിയാം പലയിടത്തും അസാധാരണമായ നീക്കങ്ങൾ നടത്തി ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി ഭരണം വരെ പിടിച്ചിട്ടുള്ള പാർട്ടിയാണ് BJP. അവർ തിരുവനന്തപുരത്തും മറ്റു ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുന്നുവെന്ന് വ്യക്തമാണ്. സംസ്ഥാനത്തെ BJP നേതാക്കളെ കൊണ്ട് തരൂരിനെ തോൽപ്പിക്കാൻ, തരൂരിനെ അട്ടിമറിക്കാൻ, അതിലൂടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം BJP ദേശീയ നേതൃത്വം ഉൾക്കൊള്ളുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ BJPയുടെ ദേശീയ നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രധാന മുഖങ്ങളിലൊരാൾ തലസ്ഥാനത്ത് മത്സരിക്കും. അത് നിർമ്മല സീതാരാമനോ എസ് ജയശങ്കറോ അല്ലെങ്കിൽ മലയാളി കൂടിയായ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിർമ്മല സീതാരാമന്റെ പേരാണ്. ഏറ്റവും വലിയ പ്രാധാന്യം മുൻപന്തിയിലൂടെ പറഞ്ഞു കേൾക്കുന്ന പേര്. നിർമ്മല സീതാരാമൻ തമിഴ്നാട്ടിലുള്ള നേതാവാണ്. അവർ പലതവണ തലസ്ഥാനത്ത് അടുത്തിടെ വന്നുപോയി. നമുക്കറിയാം ഓഖി പോലും തീരദേശ ജനതയെ കയ്യിലെടുക്കുന്ന പ്രകടനവുമായി അവർ നമുക്ക് വിഴിഞ്ഞം തീരത്തടക്കം വന്നതാണ്. മുഖ്യമന്ത്രിക്ക് അവിടെ ഇറങ്ങാതെ പോകേണ്ടി വന്ന സ്ഥലത്ത് നിർമ്മല സീതാരാമൻ എന്ന BJP നേതാവ് തമിഴ് സംസാരിച്ചുകൊണ്ട് ആ തീരദേശ ജനതയെ കയ്യിലെടുത്ത് നമ്മൾ കണ്ടതാണ്. അവർ നിരന്തരം തലസ്ഥാനത്ത് വന്നു പോകുന്നു. സംസ്ഥാന സർക്കാർ സാമ്പത്തിക നയങ്ങളെ, മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുന്നു. എസ് ജയശങ്കറും അത്തരത്തിലൊരു പൊതു സ്വീകാര്യതയുള്ള നേതാവായി BJP കണക്കുകൂട്ടുന്ന എസ് ജയശങ്കർ പലതവണ കഴിഞ്ഞ ആഴ്ച പോലും തലസ്ഥാനത്ത് വന്നുപോയിരുന്നു. അദ്ദേഹവും ഇവിടെ സ്ഥാനാർത്ഥിയായേക്കാമെന്ന അഭ്യൂഹങ്ങളുണ്ട്. കഴിഞ്ഞ 2019 നരേന്ദ്രമോദി തന്നെ തലസ്ഥാനം പിടിച്ചെടുക്കാൻ വരുന്ന തരത്തിൽ പ്രചരണമുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇപ്പോഴും നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു. തലസ്ഥാനത്തല്ല, തൊട്ടടുത്തുള്ള കന്യാകുമാരി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, തമിഴ്നാട്, ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ കൂടി നരേന്ദ്രമോദി മത്സരിക്കുന്ന തരത്തിലുള്ള പ്രചരണമുണ്ട്. അത്തരം പ്രതീക്ഷ BJP നേതൃത്വം. അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദി കന്യാകുമാരിയിൽ മത്സരിക്കാൻ വന്നാൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു ചലനങ്ങൾ തലസ്ഥാന ജില്ലയിലും ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള തലസ്ഥാന ജില്ലയിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷ BJPക്കുണ്ട്. അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദി കന്യാകുമാരിയിലും ജയശങ്കറോ നിർമ്മല സീതാരാമനോ തലസ്ഥാനത്തും മത്സരിച്ചാൽ അത് BJPക്ക് വലിയ ഒരു ആവേശമാകും. ദയവായി തുടരുക. ഞാനിപ്പോൾ TG സജിത്തിലേക്ക് കൂടി പോവുകയാണ്. സജിത്ത്, തരൂരുണ്ടെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതയില്ല എന്നുള്ളൊരു പക്ഷം വരുന്ന സമയത്ത്, അതേ സമയത്ത് തന്നെ നിർമ്മല സീതാരാമന്റെയും എസ് ജയശങ്കറിന്റെയും പേര് BJP അനന്തപുരിയിൽ ഉയർത്തിക്കാട്ടുന്ന സാഹചര്യത്തിൽ ഒരു അട്ടിമറി വിജയത്തിന് സാധ്യതയുണ്ടോ? ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ? പ്രത്യേകിച്ചും കേന്ദ്ര നേതാക്കളെ രംഗത്തിറക്കുന്ന പശ്ചാത്തലത്തിൽ. അരുൺ പറഞ്ഞതിന് തുടർച്ചയായി ഭവ്യ, അതായത് ഈ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ VIP സാന്നിധ്യമുള്ള ഒരിടമായി തവണ തിരുവനന്തപുരം മാറും. അക്കാര്യത്തിൽ തർക്കമില്ല. കാരണം BJPയുടെ ആ ഒരു സർപ്രൈസ് അതെന്ത് എന്ന ചോദ്യമാണ്. കാരണം BJP നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഏറ്റവും സംസ്ഥാനത്തെ സാധ്യതയുള്ള ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ചിരുന്ന ഇടം അത് തലസ്ഥാന മണ്ഡലമാണ്, തിരുവനന്തപുരമാണ്. പക്ഷേ ഇത്തവണ അവർ കളം മാറ്റിപ്പിടിക്കുന്നു. കാരണം ഇത്തവണ മറ്റൊരു നീക്കം തിരുവനന്തപുരത്ത് അവർ നടത്തുന്നു എന്നതാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അരുൺ പറഞ്ഞ ആ സാധ്യതകളുടെ തുടർച്ചയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അതായത് കേന്ദ്ര നേതാക്കൾ പലരും വരും, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർ വന്നേക്കാം, അതിനുമപ്പുറം പ്രധാനമന്ത്രി പോലും എത്തുമോ എന്ന ഒരു സസ്പെൻസ് ഇപ്പോഴും നിലനിർത്തിയാണ് BJP ക്യാമ്പുകൾ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ രണ്ട് പേരുകൾ അരുൺ സൂചിപ്പിച്ച പോലെ നമുക്ക് പരാമർശിക്കേണ്ടതുണ്ട്. അതൊന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, മറ്റൊന്ന് നിർമ്മല സീതാരാമൻ. ഈ രണ്ട് പേരുകളും നമ്മൾ പരാമർശിക്കുന്നതിൻ്റെ പശ്ചാത്തലം അവർ തുടർച്ചയായി തിരുവനന്തപുരത്ത് വന്ന് സന്ദർശനം നടത്തി പോകുന്നു എന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് എസ് ജയശങ്കർ അദ്ദേഹം ഏറ്റവും ഒടുവിലായി തലസ്ഥാനത്തെത്തിയത്. തലസ്ഥാനത്ത് ഒരു വിദേശകാര്യമന്ത്രി ഒരു സംസ്ഥാനത്ത് എത്തുക എന്നത് ഒരു സ്വാഭാവിക നടപടിയാണ്. പക്ഷേ അത് അദ്ദേഹം പല തവണകളിലായി കേരളത്തിൽ വരുന്നു. കേരളത്തിൽ വരുമ്പോൾ അത് തിരുവനന്തപുരത്ത് തന്നെ വരുന്നു എന്ന് മാത്രമല്ല, തുടർച്ചയായി മണ്ഡലത്തിൻ്റെ പലയിടങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അത് BJP സംഘപരിവാർ സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു, മറ്റ് പൊതുപരിപാടികൾ പങ്കെടുത്തു. ഇങ്ങനെ കളം നിറഞ്ഞുകൊണ്ട് ജയശങ്കർ നിൽക്കുന്നു. അവിടെയാണ് നമുക്കൊരു ചോദ്യം ഉയരുന്നത്. BJP രാജ്യസഭയിൽ നിന്നും കേന്ദ്രമന്ത്രി സഭയിലേക്ക് എത്തിയവരെ ഇത്തവണ ലോക്സഭയിൽ പരീക്ഷിക്കാൻ തീരുമാനമുണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ജയശങ്കറിന് സീറ്റ് എവിടെ എന്ന ചോദ്യമുണ്ട്. അവിടെയാണ് കേരളവും തിരുവനന്തപുരവും ഒരു സാധ്യതയായി മാറുന്നത്. മറ്റൊരു പശ്ചാത്തലം കൂടിയുള്ളത്, ഇവിടെ ശശി തരൂരാണ്. BJP ക്യാമ്പിലെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ പറഞ്ഞു കഴിഞ്ഞു ശശി തരൂരിനെ അത്ര പെട്ടെന്ന് തോൽപ്പിക്കാനാവില്ലെന്ന്. അങ്ങനെയെങ്കിൽ തരൂരിനെ തോൽപ്പിക്കണമെങ്കിൽ അവിടെ ഒരു കരുത്തൻ വരണം. ആ കരുത്തൻ ആര് എന്ന ചോദ്യമാണ്. അത് ജയശങ്കർ ആകുമോ നിർമ്മല സീതാരാമനാകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം നമുക്കത് പരിശോധിക്കണം. സജിത്ത്, ഞാൻ സജിത്തിലേക്ക് എത്താം. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ N. ശ്രീകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ N. ശ്രീകുമാർ,
എന്തായാലും വലിയൊരു മത്സരത്തിന് ഒരു അംഗത്തിന് അനന്തപുരി ഒരുങ്ങുകയാണെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ദേശീയ നേതാക്കളടക്കം തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ ഒരു അട്ടിമറി സാധ്യത ഉണ്ടാകുമോ? അതേ സാഹചര്യത്തിന് പരിശോധിക്കണം. പ്രത്യേകിച്ചും ബിജെപിയുടെ നേതാവ് തന്നെ, ഒ രാജഗോപാൽ മുതിർന്ന നേതാവ് തന്നെ ശക്തനാണ് തരൂർ എന്ന പ്രസ്താവന ഒരു വശത്ത് നടത്തിയ പശ്ചാത്തലത്തിൽ, അതായത് തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമാണ്. അപ്പോ ഇവിടെയാണെങ്കിൽ തിരുവനന്തപുരത്ത് BJPക്ക് കുറച്ച് വോട്ടുകൾ ഓ രാജഗോപാലൊക്കെ മത്സരിച്ച കാലത്ത് കിട്ടിയിരുന്നു, കുമ്മനമൊക്കെ മത്സരിച്ച കാലത്ത് കിട്ടിയിരുന്നു. അപ്പൊ ജയിക്കാൻ കേരളത്തിലെ നേതാക്കൾ പോരാ, ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ ഇറക്കുമതി ചെയ്യണം എന്ന് BJPക്ക് തോന്നിയത് ശശി തരൂർ അവിടെ ജയിച്ചു വന്നതുകൊണ്ടാണ്. കാരണം ശശി തരൂര് ഡൽഹി രാഷ്ട്രീയവും ലോകരാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വന്നയാളാണല്ലോ. അദ്ദേഹം തിരുവനന്തപുരംകാരനുമല്ല. അപ്പൊ ശശി തരൂരിന് ബദലായിട്ട് ശശി തരൂരിനോളം പോന്ന മറ്റൊരാളെ, അത് നയതന്ത്രജ്ഞനായാലും കൊള്ളാം, കേന്ദ്രമന്ത്രി ആയാലും കൊള്ളാം, അവരെ തിരുവനന്തപുരത്ത് ഇറക്കിയിട്ട് മത്സരിപ്പിച്ച് ജയിക്കാമെന്നൊരു തോന്നൽ അവർക്ക് സ്വാഭാവികമായിട്ട് വന്നതാണ്. അത് ശശി തരൂർ കോൺഗ്രസ് ആണെന്നുള്ള കാര്യം ഒരു മറന്നും തോന്നണം. BJPയുടെ ആളായിട്ടല്ലല്ലോ അവിടെ ശശി തരൂർ മത്സരിച്ചത്. അവിടെ മത്സരിച്ചത് കോൺഗ്രസിന്റെ ആളായിട്ടാണ്. അപ്പൊ കോൺഗ്രസിന്റെ മണ്ഡലത്തില് ശശി തരൂരിനെ പോലെ മത്സരിച്ച് ജയിച്ചു. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ ചാൾസ് ജയിച്ചൊരു മണ്ഡലമാണ്. ചാൾസ് എന്ന് വെച്ചാല് ഒരു PSCയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹം മത്സരിച്ച് ജയിച്ച ഒരു സ്ഥലമാണ്. അദ്ദേഹം രാഷ്ട്രീയക്കാരാണ് തോൽപ്പിച്ചത്. അപ്പൊ അങ്ങനെയുള്ള തിരുവനന്തപുരത്ത് ചാൾസിനെ പോലെ രാഷ്ട്രീയക്കാരനല്ലാതെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചത്. അപ്പൊ ശശി തരൂർ മത്സരിച്ചപ്പോ ഇവര് ചോദിച്ചു, ഒരു കേന്ദ്ര തലത്തിലുള്ള അല്ലെങ്കിൽ ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു പേരുള്ള ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയാൽ ജയിക്കുമെന്ന് നമുക്ക് തോന്നുന്നത് അവരെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ അതിന്റെ രാഷ്ട്രീയം നന്നായി അറിയുന്ന ഒരാളാണ് ഒ രാജഗോപാൽ. കാരണം അദ്ദേഹം അവിടെ മത്സരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അദ്ദേഹം അവിടെ MLA ആയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ കുറിച്ച് അറിയാം. അപ്പൊ ശശി തരൂരിനെ എന്തിന് തള്ളിക്കളയണം എന്നൊരു തോന്നല് തിരുവനന്തപുരംകാർക്കുണ്ട്, BJPക്കാർക്കുണ്ട്, അവിടെയുള്ള രാഷ്ട്രീയമില്ലാതെ ചിന്തിക്കുന്ന നിഷ്പക്ഷമതികൾക്കുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു ചിന്താഗതിയാണ് രാജഗോപാലിലൂടെ അറിയാതെ പുറത്തു വന്നത്. പക്ഷെ പുറത്തു വന്ന ശേഷം അദ്ദേഹം തിരുത്തിയെന്ന് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ആ തിരുത്ത് അതൊരു പാർട്ടിക്ക് വേണ്ടി തിരുത്തിയെന്ന് കരുതിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അദ്ദേഹം പറഞ്ഞു. അത് വെറുതെ വായിൽ നിന്ന് വന്നതല്ലല്ലോ. 2, 3, 4 വരികൾ അദ്ദേഹം പറഞ്ഞു. ശശി തരൂർ വീണ്ടും ജയിക്കും, അദ്ദേഹത്തെ തിരുവനന്തപുരം മനസ്സാ ഭരിച്ചു കഴിഞ്ഞു എന്തൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒരു മലയാളിയായ നയതന്ത്രജ്ഞൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു എന്നുള്ളതാണ് കാര്യം. ജയശങ്കർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം BJPയുടെ നേതാവായിരുന്നില്ല. ജയശങ്കറിനെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരത്ത് അവർ അവതരിപ്പിക്കട്ടെ, അതിലിപ്പോ എന്താ തെറ്റുള്ളത്? പക്ഷെ ഇത് തിരുവനന്തപുരമാണ്, ഇത് കേരളമാണ്, ഇവിടെ വർഗീയതയൊന്നും ഒട്ടിയിട്ടില്ല എന്നുകൂടി അവർ മനസ്സിലാക്കണം. പിന്നെ അവരാലോചിക്കുന്നത് കേന്ദ്രത്തിൽ മന്ത്രിമാരായി പേരെടുത്ത കുറെ പേരുടെ ആയിരിക്കാം. മന്ത്രിമാരല്ലല്ലോ ഇവിടെ പ്രശ്നം, മലയാളിയാവണ്ടേ ആദ്യം തന്നെ. തിരുവനന്തപുരത്തിൽ മലയാളി വന്ന് വേണ്ടേ നമ്മള് മത്സരം ജയിക്കാൻ? കാസർഗോഡല്ലല്ലോ. കാസർഗോഡ് പണ്ട് നമ്മുടെ സുബ്ബറാവു എന്നൊരു നേതാവ് CPI നിന്നും മത്സരിച്ചില്ലോ. അദ്ദേഹം ശരിക്കും മംഗലാപുരംകാരനായിരുന്നു. അദ്ദേഹം ജയിച്ചു നമ്മുടെ സംസ്ഥാനത്ത് ഒരു മന്ത്രിയായി, CPIയുടെ മന്ത്രിയായി. അച്യുതന മന്ത്രിസഭയുടെ കാലത്താന്ന് തോന്നുന്നു മന്ത്രിയായി. ആ കാലമൊക്കെ പോയില്ലേ? ഇത് തിരുവനന്തപുരത്ത് മലയാളി തന്നെ അവിടെ മത്സരിക്കണ്ടേ? അതിപ്പോ ഇംഗ്ലീഷ് അറിയാവുന്ന, ഹിന്ദി അറിയാവുന്ന ഒരാളൊന്ന് മത്സരിച്ചാൽ ജയിക്കുന്ന ഇവരെ കണക്കൂട്ടുന്ന എന്തടിസ്ഥാനത്തിലാ? ഉത്തരേന്ത്യയിലല്ലോ ഇത്, കേരളമല്ലേ. അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഒരു ബൗദ്ധിക തലത്തിലുള്ള ചിന്ത എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മതേതര ചിന്തയോട് ഒത്തു നിൽക്കുന്ന ഒരു ദേശീയ നേതാവ്. അതിലവർക്ക് BJPക്ക് വേറെ ഒരു മലയാളി അവർക്ക് കണ്ടെത്താൻ കഴിയുമോ ദേശീയ തലത്തില്? അവരുടെ ദേശീയ നേതാവ് കേരളത്തിൽ നിന്നുള്ളത് 2-3 പേര്. അതിലൊരാൾ ഒ രാജഗോപാൽ, രണ്ടാമത്തെ ആളായിരുന്നത് P പരമേശ്വരനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. പിന്നെ അവരുടെ കുമ്മനം രാജശേഖരനെയാണ് അദ്ദേഹം ഗവർണറാക്കിക്കൊണ്ട് അവർ ദേശീയ തലത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചത്. പിന്നെ അവരുടെ ഒരു ദേശീയതല നേതാവ് എന്ന് പറയുന്ന പേരെടുത്ത ആരാളുള്ളത് അവർക്ക് മത്സരിക്കാനായിട്ട്? അപ്പൊ അതുകൊണ്ട് അവരുടെ ചിന്ത എന്തായാലും അത് അവർ പറയുന്നത് തെറ്റൊന്നുമില്ല. അവരിപ്പോ അങ്ങനെ നോക്കുന്നുണ്ട്, അവർ നോക്കുന്നുണ്ട്, ഇവർ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കേരളത്തിൽ BJPക്ക് ഒരു തരത്തിലും ഒരു വോട്ട് എടുപ്പ് വന്നാൽ അവർക്ക് നിഷ്പക്ഷമതികളുടെ പോലും വോട്ട് കിട്ടില്ല. കാരണം ആ കേരളീയരുടെ ഒരു ചിന്ത അവിടെ തലസ്ഥാനത്തുണ്ട്. പക്ഷെ ഒരു മലയാളിയായ ദേശീയ നേതാവിനെ അവർക്ക് അവരുടെ ഒപ്പം ഇല്ല. ഉള്ളത് സുരേഷ് ഗോപിയാണ്. കാരണം സുരേഷ് ഗോപി അവരുടെ എല്ലാ രീതിയിലുള്ള നേതാവ്, ഏത് രീതിയിലാണെങ്കിലും അവരുടെ എല്ലാ തരത്തിലുള്ള മുഖമായിട്ട് ഒരു സുരേഷ് ഗോപിയിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ് BJP.
ശരി. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിയൊക്കെ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിനൊക്കെ വരുന്നെന്ന് പറയുന്നത്. അത് നല്ല കാര്യമാണ്, മറക്കട്ടെ. പക്ഷെ അതുപോലെ ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് പറ്റാവുന്ന മറ്റൊരു ദേശീയ മുഖം ആരാ ഉള്ളത്? രാജഗോപാൽ ഒഴിച്ച്. തീർച്ചയായും എന്തായാലും ബി.ജെ.പിയുടെ കരുത്തരായ 2 കേന്ദ്രമന്ത്രിമാരിൽ ആരെങ്കിലും ഒരാൾ മത്സരിക്കുകയാണെങ്കിൽ പോലും ശശി തരൂരിനെ അത് ബാധിക്കില്ല എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. വളരെയധികം നന്ദി ശ്രീ എൻ ശ്രീകുമാർ, ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും വി അരുണിലേക്ക് പോവുകയാണ്. അരുൺ, CPI ആനി രാജയെ കൂടി ഇറക്കുകയാണെങ്കിൽ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? അതിന്റെ സൂചനകൾ എങ്ങനെയാണ്? അതുതന്നെയാണ് CPI വലിയ നാണക്കേടിലാണ്. 2009 പേയ്മെന്റ് സീറ്റ് വിവാദം, അതിനുശേഷം പിന്നീട് CPIക്ക് ഇവിടെ വിജയിക്കാൻ ആയിട്ടില്ല. അത് പ്രധാന കാരണമായുള്ളത് വലിയ രീതിയിൽ BJP ഇവിടെ വളർച്ച ഉണ്ടായി എന്നുള്ള സത്യമാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് വലിയ രീതിയിൽ വോട്ട് വിഹിതം വർദ്ധിക്കുന്നു. ശശി തരൂർ എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് പോകും. അങ്ങനെ സ്വാഭാവികമായും പിന്തള്ളപ്പെട്ടു പോകുന്നത് ഇടതു മുന്നണിയാണ്. 2 തവണ 3ാം സ്ഥാനത്തേക്ക് അവർ പിന്തള്ളപ്പെട്ടു. ഇത്തവണയും അങ്ങനെ പോയാൽ വലിയ നാണക്കേടാണ്. കാരണം MN ഗോവിന്ദൻ നായരും അതുപോലെ തന്നെ PK വാസുദേവൻ നായരും ഒക്കെ വിജയിച്ചു വന്ന മണ്ഡലമാണ്, MP മാരായിട്ടുള്ള മണ്ഡലമാണ്. പന്നിൻ രവീന്ദ്രൻ ഉപതെരഞ്ഞെടുപ്പിലും വിജയിച്ചു വന്ന മണ്ഡലമാണ്. അതിനുശേഷം ഇങ്ങോട്ട് CPIക്ക് ഇവിടെ ചൂടുറപ്പിക്കാനായിട്ടില്ല ഇത്തവണ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു കേട്ടത് വിനോയ് വിശ്വം ഇവിടെ മത്സരിച്ചേക്കും. അദ്ദേഹം രാജ്യസഭാ അംഗമാണ്, അദ്ദേഹത്തെ കാലാവധി അവസാനിക്കുമായിരുന്നു, അദ്ദേഹം മത്സരിക്കുമെന്നായിരുന്നു. പക്ഷേ വിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയതോടുകൂടി ആ സാധ്യത അടഞ്ഞു. അങ്ങനെയെങ്കിൽ ദേശീയ നേതൃത്വം തന്നെ ഒരാൾ ഇവിടേക്ക് വരും. മലയാളി കൂടിയായ ആനി രാജയുടെ പേരാണ് ആ രീതിയിൽ പറഞ്ഞു കേൾക്കുന്നത്. ആനി രാജ CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ്, മഹിളാ നേതാവാണ്. അതുകൊണ്ട് തന്നെ ആനി രാജയെ കൂടി വന്നാൽ ഈ ഒരു ദേശീയ നേതാക്കളുടെ ഒരു ത്രികോണ മത്സരമായി ഇവിടെ മാറുമെന്ന് ഉറപ്പാണ്. BJP ഏതായാലും ഒരു കേന്ദ്രമന്ത്രി ഇവിടെ ഫീൽഡ് ചെയ്യും. ശശി തരൂർ ആ രീതിയിൽ ഇവിടെ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. CPI ഇടതുമുന്നണി കൂടി അങ്ങനെ ആനി രാജയെ പോലെ ഒരു നേതാവാണെങ്കിൽ ഒരുപക്ഷെ ആ രീതിയിൽ കൂടി ദേശീയ തലത്തിൽ കൂടി ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു മത്സരമായി ഇവിടം മാറുമെന്ന് ഉറപ്പാണ്. അങ്ങനെയാണ് ഇപ്പോൾ CPI കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. ഏതായാലും CPIക്ക് തന്നെയാണ് സീറ്റ് വച്ചുമാറുമെന്ന അഭിപ്രായമൊക്കെ പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ടെങ്കിലും ഇത്തവണയും അതിന് മാറ്റമുണ്ടാകില്ല. CPI തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കും. അങ്ങനെയെങ്കിൽ ആനി രാജയെ നേതാവാകും ഇവിടെ CPI സ്ഥാനാർത്ഥിയാകാൻ ഇപ്പോൾ സാധ്യതയുള്ളത്. സാധ്യത കൽപ്പിക്കപ്പെടുന്നത് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് CPI കടന്നിട്ടില്ല. ഏതായാലും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട 3 നേതാക്കളുടെ ഒരു മത്സരം തലസ്ഥാന ജില്ല, കേരളത്തിലെ ഏറ്റവും ഗ്ലാമർ മണ്ഡലമായ തലസ്ഥാന മണ്ഡലം വീണ്ടും ഒരു ഗ്ലാമർ പോരാട്ടത്തിന് കൂടി വഴിമാറും. അതൊരു ശക്തമായ ത്രികോണ മത്സരമായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. തീർച്ചയായും TG സജിത്തിലേക്ക് കൂടി പോവുകയാണ്. സജിത്ത്, ഈ പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ രാജ്യത്തിന്റെയും ഒരു തെരഞ്ഞെടുപ്പ് ശ്രദ്ധാ കേന്ദ്രമായി തിരുവനന്തപുരം മാറും എന്നതിലേക്കുള്ള സൂചനകളാണോ ഇപ്പോൾ ലഭിക്കുന്നത്? ഉറപ്പാണ്, അങ്ങനെ തന്നെയാണ്. കാരണം BJP ഇവിടേക്ക് ഒരു സർപ്രൈസ് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ കാത്തുവെച്ചിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ശ്രദ്ധേയമായ സാഹചര്യം. ഒരു കാര്യം കൂടി പരാമർശിച്ചു പോയാൽ BJP ഒരിക്കലും അവരുടെ പ്രധാന പരിഗണനാ പട്ടികയിൽ നിന്ന് തിരുവനന്തപുരത്തെ ഒഴിവാക്കിയിട്ടില്ല. സജിത്ത്, ദയവായി തുടരുക. വലത് നിരീക്ഷകൻ ഷാബു പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, എന്തായാലും ഒരു ത്രികോണ മത്സരത്തിന് ഒരുങ്ങുകയാണോ അനന്തപുരി? താങ്കൾ എങ്ങനെ മനസ്സിലാക്കുന്നു? തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറെ കാലമായിട്ട് നടക്കുന്നത് ഏകദേശം ത്രികോണ മത്സരം തന്നെയാണല്ലോ. കാര്യം ഒരു കാലത്ത് CPI കേന്ദ്രമന്ത്രിമാർ കളത്തിലിറങ്ങുന്ന സാഹചര്യത്തിൽ അതിനൊരു പ്രത്യേകതയില്ലേ? ഇനി എന്ത് തന്നെയായാലും തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ വളരെ പ്രതീക്ഷയുള്ള, എത്രയോ കാലമായിട്ട് വളരെ പ്രതീക്ഷയുള്ള, BJP വളരെ ശക്തമായി തന്നെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അപ്പം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും BJP തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുകയും ചെയ്യുക. ഇനിയിപ്പം എന്തൊക്കെയാണ് BJPയുടെ ആവനാഴിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയായിരിക്കും സർപ്രൈസ്, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ എന്തും പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സർപ്രൈസുകൾക്കായി ഞങ്ങളും കാത്തിരിക്കുകയാണ്. അതേസമയത്ത് ചോദിക്കട്ടെ, ഈ മുതിർന്ന നേതാവ് O രാജഗോപാലിന്റെ ഒരു പ്രതികരണമൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. തരൂർ ശക്തനാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ BJPയുടെ ഒരു പൊതു അഭിപ്രായം തന്നെയായിരുന്നു. ഇപ്പം എന്തായാലും രാജഗോപാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. ഇനിയിപ്പം തരൂര് ഒരു മോശം കണ്ടിട്ടൊന്നുമില്ല, തരൂര് ശക്തനായ ഒരു കണ്ടിട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അവിടെ BJP വളരെ ശക്തമായിട്ട് തന്നെ ഇത്തവണ അവിടെ ജയിക്കും എന്ന ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയുള്ള തന്ത്രങ്ങൾ അതിന്റെ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തന്നെയായിരുന്നു രാജഗോപാലിലൂടെ പുറത്തു വന്നത്. ഞാനെങ്ങനെയപ്പാ പറയുക? എനിക്ക് അത് BJPക്കാരോട് തന്നെ ചോദിക്കുക. ഞാനെങ്ങനെ BJPയുടെ തീരുമാനമാണോ അല്ലയോ എന്നൊക്കെ ഞാൻ അഭിപ്രായം പറയുന്നത് എങ്ങനെ?
എന്തായാലും ഒരു ശക്തമായ മത്സരം ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും കാര്യത്തിൽ ഒരു സംശയവുമില്ല, തീർച്ചയായിട്ടും. വളരെയധികം നന്ദി ശ്രീ ഷാവു പ്രസാദ്. ടി.ജി. സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, തുടരാം. നമ്മൾ പറഞ്ഞത് വന്നതുപോലെ ഈ തിരുവനന്തപുരത്തെ BJPയുടെ പ്രതീക്ഷ അത് ചെറുതല്ല ഇത്തവണ. പക്ഷേ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് തൃശ്ശൂരാണ് എന്ന സൂചനകൾ ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രിയുടെ പ്രത്യേക സന്ദർശനം, തൃശ്ശൂരെ ഇത്തവണത്തെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം, അങ്ങനെ പല ഘടകങ്ങളും അവിടെയുണ്ട്. പക്ഷേ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് BJPക്ക് കേരളത്തിൽ ഏറ്റവും ശക്തമായ വേരോട്ടമുള്ള ഇടമാണ് തിരുവനന്തപുരം. ഒരുപക്ഷെ BJPയൊക്കെ ഇന്നത്തെ രൂപം പ്രാപിക്കുന്നതിന് മുമ്പ് ശക്തമായി സാന്നിധ്യം അറിയിച്ച ഇടമാണ്. അങ്ങനെ ഒരു വേരോട്ടമുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് അത്തരം പ്രതീക്ഷകളിലേക്ക് തന്നെ പോകുന്നു. ഒരു കാര്യം കൂടി പറയാം, ഈ തലസ്ഥാന വോട്ടർമാർക്ക് ഒരു പ്രത്യേകത അത് പൊതുവിൽ പറഞ്ഞു കേൾക്കുന്നതാണ്. അവർ അല്പം കൂടി ഈ പ്രാദേശിക തരത്തിലുള്ള നേതാക്കൾക്കപ്പുറം കൂടുതൽ മുഖമുള്ള, കൂടുതൽ തരത്തിൽ വിദ്യാഭ്യാസ രംഗത്തും അല്ലെങ്കിൽ കൂടുതൽ കളം നിറഞ്ഞു നിൽക്കുന്ന നേതാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകും. അങ്ങനെയാണ് തരൂരിനൊക്കെ ഒരു അംഗീകാരം കിട്ടിയത് എന്നതൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് ഒരു മധ്യവർഗത്തിൻ്റെ കൂടുതൽ സാന്നിധ്യം തലസ്ഥാന മണ്ഡലത്തിൽ ഉണ്ട് എന്നതാണ് അതിൻ്റെ കാരണമായി അന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധരൊക്കെ വിലയിരുത്തുകയും ചെയ്തത്. ഇത്തരം സാധ്യതകളാണ് ഒരു പക്ഷേ BJPയെയും പുറത്തുനിന്ന് ഒരു മന്ത്രി അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ കഴിവ് തെളിച്ച അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ രാഷ്ട്രീയത്തിനപ്പുറം പരീക്ഷിക്കാനുള്ള ഇടമായി തിരുവനന്തപുരത്തെ തെരഞ്ഞെടുക്കുന്നതിന് കാരണം ഒരു കാര്യം ഉറപ്പാണ്, BJPയുടെ പതിവ് മുഖങ്ങളായിരിക്കില്ല ഇത്തവണ തിരുവനന്തപുരത്ത് കളത്തിലിറങ്ങുക. അങ്ങനെയെങ്കിൽ അവിടെ നിർമ്മല സീതാരാമൻ, ഒപ്പം ജയശങ്കർ, ചന്ദ്രശേഖർ, ഇങ്ങനെയുള്ള പേരുകളൊക്കെ പരിഗണനയിലുണ്ട്. ഇവിടെ വിദൂരമായ ചില ചർച്ചകൾ പോലും എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത് കെ സുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും ഒരിക്കൽ പങ്കുവെച്ചതാണ്, എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് കേരളത്തിൽ മത്സരിച്ചുകൂടാ. ഒരുപക്ഷെ അദ്ദേഹം സ്ഥിരീകരിച്ചൊന്നുമല്ല പറയുന്നത്, പക്ഷേ അത്തരം സാധ്യതകളൊന്നും തള്ളാതെയുള്ള ചർച്ചകളൊക്കെ BJP ക്യാമ്പുകളിൽ നടക്കുന്നുണ്ട്. സജിത്ത്, ഈ കന്യാകുമാരിയിൽ പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി മത്സരിക്കും എന്നുള്ള സൂചനകളൊക്കെ വരുന്നൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ അത് ആ മോദി പ്രഭാവം തിരുവനന്തപുരത്ത് മലയടിക്കാൻ സാധ്യതയുണ്ടോ? ആ ഒരു ആശംസ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ BJP ക്യാമ്പിന് ഉണ്ടാകും അല്ലേ? ഇതിന്റെ പശ്ചാത്തലം, അതായത് ഈ തെക്കൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിൽ കർണാടകയ്ക്ക് ഇപ്പുറത്തേക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വേരോട്ടവും ഉണ്ടാക്കാൻ, ഒരു കൃത്യമായ സാന്നിധ്യം അറിയിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ മുമ്പും MP ഉണ്ടായിട്ടുണ്ട്, കന്യാകുമാരിയിൽ നിന്ന് BJPയുടെ MP ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വന്ന് നോക്കുക, കേരളത്തിൽ നിന്ന് ഇതുവരെയും തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് വിജയിച്ചു കയറാൻ BJPക്ക് ആയിട്ടില്ല. ദേശീയ തലത്തിൽ ഇത്ര വലിയ ശക്തിയായിട്ട് പോലും കേരളം അവർക്ക് ഇതുവരെ വഴി തുറന്നു കൊടുത്തിട്ടില്ല. അതെങ്ങനെയും വഴി തുറക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് BJPയുടെ ദേശീയ നേതൃത്വത്തിനും അപ്പുറം ഇവിടുത്തെ സംഘപരിവാർ കേന്ദ്രങ്ങളുടെ ഒരു അജണ്ടയാണത്. ആ സാധ്യതയിലേക്കുള്ള ചർച്ചകൾക്കിടയിലാണ് പ്രധാനമന്ത്രിയെ ഈ തെക്കൻ കേരളത്തിൽ എവിടെയെങ്കിലും പരീക്ഷിച്ചുകൂടെ, അല്ലെങ്കിൽ അത്തരം സാധ്യതയ്ക്ക് ഇടമുണ്ടോ എന്ന ചിന്തയിലൊക്കെ അവർ കടക്കുന്നത്. പക്ഷേ ഇതിനൊന്നും ഒരു സ്ഥിരീകരണമില്ലെങ്കിൽ കൂടിയും സാധ്യതകളാണ് പരിഗണിക്കപ്പെടുന്നത്. അവിടെയാണ് കന്യാകുമാരി പോലെ BJPക്ക് ഒരു സാധ്യതയുള്ള, സാന്നിധ്യമുള്ള ഒരു ഇടം പരീക്ഷിക്കപ്പെടുന്നത്. സ്വാഭാവികമായത് തിരുവനന്തപുരത്തും പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല, അതിൻ്റെ സാന്നിധ്യവും ഉണ്ടാകും. പക്ഷേ ഇവിടെ പ്രത്യേകതയാവുന്നത് തിരുവനന്തപുരത്തെ പോരാട്ടത്തിൽ തരൂരിനെ എതിരിടാൻ ഇടതു ക്യാമ്പിൻ്റെ നീക്കവും കൂടി പ്രസക്തമാണ്. കാരണം 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഇടതു സ്ഥാനാർത്ഥിക്ക് ഇത്തവണ ആ പേരുദോഷം മറികടക്കണമെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥി വേണം. അവിടെയാണ് ആനി രാജ പോലെയുള്ള മുഖങ്ങളുടെ പരിഗണനയിലേക്കും വരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ശശി തരൂരിന് തുടക്കത്തിൽ തന്നെ ഇവിടെ ഒരു മുൻതൂക്കം ഉണ്ട്. അത് ഇന്നലത്തെ ഒരു പക്ഷേ രാജഗോപാലിൻ്റെ പ്രസ്താവനയോടുകൂടി തന്നെ അതൊന്നുകൂടി ശക്തിപ്പെടും. കാരണം പ്രായാധിക്യമുള്ള ഒരു നേതാവിൻ്റെ വാക്കുകളാണ് എന്ന ന്യായമൊക്കെ പൊതുവിൽ BJP കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ കൂടിയും അത് ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. കാരണം ഇതൊരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. അവിടെ സ്വാഭാവികമായും ഇത്തരം ചർച്ചകൾ എതിർ ക്യാമ്പ് ആയുധമാക്കും. ഇപ്പോൾ തന്നെ കോൺഗ്രസ് ക്യാമ്പുകളൊക്കെ തരൂരിൻ്റെ എതിർ ക്യാമ്പ് പോലും തരൂരിനെ അംഗീകരിക്കുന്നു എന്ന തരത്തിലേക്ക് ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അതൊക്കെ ചർച്ചയാവും. ഒപ്പം തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പ്രധാനമാവുക നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ BJPയുടെ സർപ്രൈസ് ആര് എന്നതാണ്. അവിടെ കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യം ഉണ്ടാകും. തിരുവനന്തപുരത്തിൻ്റെ തൊട്ടരികെ നിൽക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. അവിടെയാണ് V മുരളീധരന് വേണ്ടി അവർ കരുതി വെച്ചിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് V മുരളീധരൻ തലസ്ഥാന മണ്ഡലത്തിലേക്ക് വരുന്നില്ല എന്ന സ്വാഭാവിക ചോദ്യം ഉണ്ടാവും. കേന്ദ്രമന്ത്രിയാണെങ്കിൽ V മുരളീധരൻ കേന്ദ്രമന്ത്രിയല്ല എന്ന സംശയം ഉണ്ടാവും. പക്ഷേ V മുരളീധരൻ തിരുവനന്തപുരത്ത് പോരാ എന്ന ചിന്ത BJPക്കുണ്ട്. അതവരുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലാണ്. അവിടെയാണ് നിർമ്മല സീതാരാമനോ മറ്റു മുഖങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടാവുന്നത്. ശരി സജിത, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ നേരത്തെ CPM
പി ജയരാജന്റെ പ്രതികരണമുണ്ടായിരുന്നു. മുന്നണി കൺവീനർ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ശശി തരൂരിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അദ്ദേഹം അത്രയും നല്ല മനുഷ്യനാണ്. അദ്ദേഹം അങ്ങനെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ശശി തരൂരിനെതിരായി BJP സ്ഥാനാർത്ഥിയെ നിർത്തുകയില്ല എന്നല്ലേ? നിർത്തുന്നുണ്ടെങ്കിൽ തന്നെ BJPക്കാർ കൊടുത്ത സന്ദേശം ശശി തരൂരിനെ വിജയിപ്പിക്കണമെന്നല്ലേ? ഇങ്ങനെ ഒരു പ്രഖ്യാപനം രാജഗോപാലൻ നടത്തുന്നതിൻ്റെ പിന്നിൽ മറ്റു വല്ല രാഷ്ട്രീയവുമുണ്ടോ? അത് വരും കാലം തെളിയിക്കേണ്ടതാണ്. ഈ വാർത്ത എല്ലാ സ്ഥലത്തും എല്ലാ പത്രങ്ങളിലും കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ശശി തരൂർ രാജഗോപാലൻ്റെ കാൽക്കൽ നമസ്കരിക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുകയാണ്. ഇത് അവരുടെ ആത്മബന്ധത്തിൻ്റെയും രാഷ്ട്രീയ ബന്ധത്തിൻ്റെയും ഭാഗമല്ലാതെ മറ്റെന്താണ്? ബേബി അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അരുൺ, തരൂർ വന്ന ശേഷം BJPക്ക് പിന്നിൽ 3ാം സ്ഥാനത്തായിരുന്നു ഇടത് സ്ഥാനാർത്ഥി. ആ ഒരു നാണക്കേടിൽ നിന്ന് കരകയറാനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും CPIയുടെ ഭാഗത്തുനിന്ന് ഇത്തവണ ഉണ്ടാവുക. അതിന്റെ ഭാഗമായിരിക്കുമല്ലേ ഒരു പക്ഷേ ആനി രാജു അടക്കം ഇറക്കിയുള്ള ഒരു പരീക്ഷണം? തീർച്ചയായും കഴിഞ്ഞ തവണയും കടുത്ത മത്സരം, നേരിട്ടുള്ള മത്സരം UDFും BJPയും തമ്മിലായിരുന്നു. അപ്പോൾ ഇടത് കേന്ദ്രങ്ങൾ ഒരുപക്ഷെ ആ വോട്ടെടുപ്പ് ദിവസത്തിന്റെ അവസാന മണിക്കൂറിൽ പോലും വലിയ പ്രതീക്ഷ. അന്ന് C. ദിവാകരനാണ്, CPIയുടെ മുതിർന്ന നേതാക്കൾ C. ദിവാകരനാണ് ഈ തലസ്ഥാനത്ത് മത്സരിച്ചത്. തിരുവനന്തപുരം വലിയ വ്യക്തിബന്ധമുള്ള, പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള നേതാവാണ്. അവർ വലിയ പ്രതീക്ഷ ഈ ഡയറക്റ്റ് ഫൈറ്റ് BJP UDF എന്നിട്ടാകുമ്പോൾ അതുവഴിയെങ്കിലും C. ദിവാകരൻ ജയിച്ചു കയറാം, ഇടത് വോട്ടുകൾ മാത്രം വന്നാൽ ജയിച്ചു കയറാമെന്നൊരു കണക്കൊക്കെ അവർ വച്ചിരുന്നു. അവസാന നിമിഷം നമുക്കറിയാം, ന്യൂനപക്ഷ മേഖല, തലസ്ഥാനത്തെ തീരദേശ മേഖല, ന്യൂനപക്ഷ മേഖല വലിയൊരു വോട്ടർമാരുടെ ഒഴുക്കുണ്ടായി. അന്ന് വൈകുന്നേരം നമ്മൾ ഈ വോട്ടെടുപ്പിന് ശേഷം C. ദിവാകരനെ കാണും. അദ്ദേഹം പറഞ്ഞത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുമുന്നിലേക്ക് കേന്ദ്രീകരിച്ചു, തനിക്ക് അനുകൂലമായി വോട്ടുകൾ ചെയ്യപ്പെട്ടു. അതാണ് അവസാന നിമിഷമുണ്ടായ തീരദേശ മണ്ഡലങ്ങളിലുണ്ട വലിയ ഒഴുക്കിന് കാരണം, വലിയ പ്രതീക്ഷയാണെന്ന് C. ദിവാകരൻ പ്രകടിപ്പിച്ചത്. പക്ഷേ അവിടെയും തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ആ വോട്ടുകൾ പോയത് എവിടേക്ക് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് ശശി തരൂരിനായിരുന്നു. അവിടെ BJP ജയിക്കാൻ പോകുന്നു തലസ്ഥാനത്ത് എന്നൊരു പ്രചരണം വലിയ രീതിയിൽ തീരദേശ മണ്ഡലങ്ങളിൽ, ന്യൂനപക്ഷ മേഖലകളിൽ അത് UDF പ്രവർത്തകർ മാത്രമല്ല, UDFന് പുറത്തു നിൽക്കുന്ന ചില സാമുദായിക സംഘടനകൾ പോലും ആ രീതിയിൽ പ്രചരണം അഴിച്ചുവിട്ടു. അങ്ങനെ അത് വലിയൊരു അനുഗ്രഹമായി ശശി തരൂർ മാറുകയായിരുന്നു. അവിടെ ഇടതുമുന്നണിക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ പോലും ഒരുപക്ഷെ പോയത് കോൺഗ്രസിലേക്കായിരുന്നു. BJP ജയിക്കാൻ പോകുന്ന പ്രചരണം ന്യൂനപക്ഷങ്ങളെ ആ രീതിയിൽ അന്ന് സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ. അവിടെയാണ് മൂന്നാം സ്ഥാനത്ത് വളരെ കുറച്ച് വോട്ടുകൾക്ക് മാത്രം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് ഇടതുമുന്നണിയെ കൊണ്ടുവന്നിരിച്ചത്. അതുകൊണ്ട് അതുകൂടി മറികടക്കാൻ തക്ക പ്രചരണമാകും ഇത്തവണ ഇടതുമുന്നണി നടത്തുക. അവർ വലിയ രീതിയിൽ തിരിച്ചു വരാൻ പ്രതീക്ഷിക്കുന്നു. 2ാം സ്ഥാനത്തേക്ക് എത്താനാകുമോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല. കാരണം BJPയും കോൺഗ്രസും ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ രംഗത്തിറക്കുമ്പോൾ അത്ര സ്വാധീനമുള്ള, അത്ര ഒരു കരിസ്മയുള്ള ഒരു നേതാവിനെ ഇറക്കാൻ ഇടതുമുന്നണിക്ക് CP കഴിയുമ്പോൾ ചോദ്യമൊക്കെ പ്രസക്തമാണ്. ആനി രാജ വന്നാൽ തന്നെ എത്രത്തോളം അത് വോട്ടർമാരെ സ്വാധീനിക്കും. ആനി രാജ മലയാളിയാണ്, പക്ഷേ തലസ്ഥാനത്ത് കേരളത്തിൽ അങ്ങനെ പ്രവർത്തിച്ച് പരിചയമുള്ള, ജനങ്ങൾക്ക് അത്ര അടുപ്പമുള്ള ഒരു നേതാവല്ല. അതുകൊണ്ട് തന്നെ ഈ ശശി തരൂരും അതിനൊപ്പം നിൽക്കുന്ന നിർമ്മലാ സീതാരാമനോ ജയശങ്കറോ ഒക്കെ ആയാലും അതിനൊപ്പം നിൽക്കാവുന്ന നേതാവാണോ ആനി രാജ എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരും. എങ്കിൽ പോലും അവർക്ക് പറഞ്ഞു നിൽക്കാം, പിടിച്ചു നിൽക്കാം. ചുരുങ്ങിയ പക്ഷം ഇടത് വോട്ടുകളെങ്കിലും ഭിന്നിച്ചു പോകാതെ, അത് UDFിലേക്കും BJPയിലേക്കും പോകാതെ കേന്ദ്രീകരിക്കാം. അങ്ങനെയെങ്കിൽ മൂന്നാമതെത്തിയാൽ പോലും ഒരു നാണക്കേട് ഒഴിവാക്കാനുള്ള പ്രകടനം കാഴ്ചവെക്കാനാകും. അതാണിപ്പോൾ ഇടത് കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. ഒരുപക്ഷെ മറികടന്ന് അവിടെ 2ാം സ്ഥാനത്തേക്ക് എത്താനോ വിജയിക്കാനോ ഒക്കെ കഴിയുമോ എന്നൊക്കെ ഭാവിയിൽ മാത്രം അറിയേണ്ട കാര്യങ്ങൾ. ഏതായാലും വലിയ നാണക്കേട് ഉള്ള, വളരെ താഴെ പോയി 3ാം സ്ഥാനത്ത് നിൽക്കുക എന്ന ഒരു നാണക്കേടിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ ഇടത് കേന്ദ്രങ്ങൾ നടത്തുന്നത്, CP പ്രത്യേകിച്ച് നടത്തുന്നത്. അവിടെ EP ജയരാജൻ പറഞ്ഞതുപോലെ BJPയുടെ കഴിഞ്ഞ മുമ്പത്തെ വർഷം വരെ തരൂരിൻ്റെ എതിരാളിയായിരുന്ന BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം, സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ നേതൃമുഖമാണ് O. രാജഗോപാൽ. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥകളുണ്ട്, സജീവ രാഷ്ട്രീയ ഇല്ലെങ്കിൽ പോലും അങ്ങനെ നേതാവ് തന്നെ തരൂരിനെ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും CPI കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കാൻ പോകുന്നത് BJPയും കോൺഗ്രസുമായുള്ള ഒത്തുകളി, അത് എത്രത്തോളം ജനങ്ങൾ വിശ്വസിക്കും എന്നൊക്കെ അറിയേണ്ടത് BJPയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഏതായാലും വളരെ രസകരമായ ഒരു രാഷ്ട്രീയ ചിത്രത്തിലേക്ക് തലസ്ഥാനം മാറുകയാണ്. വളരെ ആകാംക്ഷഭരിതമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക്, അത്യന്തം വീറുറ്റ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് മാറുകയാണ്. തൃശ്ശൂർ പ്രധാനമന്ത്രി വന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അവിടെ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥിയെന്ന് BJP പറയാതെ പറഞ്ഞു കഴിഞ്ഞു, ചുവരെഴുത്തുകൾ വന്നു കഴിഞ്ഞു. അതിനും അപ്പുറത്തേക്ക് തൊട്ടു പിന്നാലെ തിരുവനന്തപുരം വീണ്ടും
കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വരികയാണ്. അവിടെ ഇത്തരത്തിൽ BJP-യുടെ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ വരുന്നുവെന്ന് ഒരു ഭാഗത്ത്, അഡ്വക്കേറ്റ് ജി ആർ പത്മകുമാർ ചേർന്നു, BJP നേതാവ്. ശ്രീ അഡ്വക്കേറ്റ് ജി ആർ പത്മകുമാർ, എന്തായാലും ഒരു വലിയ മത്സരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് BJP. തിരുവനന്തപുരം പിടിക്കാൻ കച്ചകെട്ടി BJP ഒരുങ്ങുമ്പോൾ, കേന്ദ്ര നേതാക്കളെ രംഗത്തിറക്കുമ്പോൾ അത് എത്രമാത്രം ഫലം കാണുമെന്നാണ് താങ്കൾ കരുതുന്നത്? തിരുവനന്തപുരം പിടിക്കുക എന്നത് മാത്രമല്ല, കേരളത്തിലെ 20 പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി 20 സീറ്റും പിടിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിൽ കൂടുതൽ വോട്ട് നേടിയ മണ്ഡലങ്ങളിൽ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ചർച്ചയുണ്ടാകുന്നത് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. 1 ലക്ഷം 2 ലക്ഷം വോട്ട് നേരത്തെ തന്നെ പിടിച്ച മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളെ പലരും പ്രചരിപ്പിക്കും, ഇങ്ങനെ പല ഊഹാപോഹങ്ങളും പറയുക സ്വാഭാവികമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 20 മണ്ഡലങ്ങളിലും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി 20 മണ്ഡലങ്ങളിലും ജയിപ്പിച്ച് കേന്ദ്രത്തിൽ ഇനി ഉണ്ടാകുന്ന NDAയുടെ 3ാമത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് BJPക്ക് ശക്തമായ പ്രാതിനിധ്യം ഉണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ദക്ഷിണേന്ത്യയിൽ സ്വാധീനം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് BJPയുടെ നടപടികൾ, അല്ലേ? ദക്ഷിണേന്ത്യയിൽ സ്വാധീനം ഉറപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യ ശക്തമായ സംഘടനാ പ്രവർത്തനമുള്ള മേഖലയാണ്. കർണാടകയായാല്, തമിഴ്നാടായാല്, കേരളമായാല്, മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ ശക്തമായി ഭരണത്തിൽ, ഇപ്പൊ കർണാടകത്തിൽ ഭരണം പോയി എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപിന്തുണയോ ഒന്നും കുറഞ്ഞിട്ടില്ലല്ലോ. അത് വോട്ട് കിട്ടുന്ന ആള് 36 വോട്ട് കിട്ടും, 35 ആള് പരാജയപ്പെടും, 36 കിട്ടിയ ആള് ജയിക്കും. അതുകൊണ്ട് 35 കിട്ടിയ ആളിന് സംഘടന ശക്തിയില്ല, ഇനി നാളെ ജയിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ ശക്തമായ പ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. കേരളത്തിലും BJPയെ സംബന്ധിച്ചിടത്തോളം ചിട്ടയായ പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജി ആർ പത്മകുമാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചു. എന്തായാലും തിരുവനന്തപുരത്ത് BJPയുടെ VIP സ്ഥാനാർത്ഥി ആരാകും, BJP ഒളിപ്പിച്ചു വെച്ച സസ്പെൻസ് എന്താകുമെന്നാണ് ഇനി അറിയാനുള്ളത്. VV അരുണുമൊപ്പം TJ സജിത്തുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. തിരിച്ചെത്താം വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. സ്വാഭാവികമായും